സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. ഭക്ഷണം കഴിഞ്ഞുള്ള പരിപാടി സഫയെ വലിയെടുത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു. സഫയും കൊണ്ട് ഒരുമിച്ച് അവിടേക്ക് പോയതിനു ശേഷം അവിടെ വെച്ചാണ് സുറുമിയെ വെങ്ങാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങ്. സൽമാന്റെ കൈപിടിച്ച് റിസപ്ഷൻ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു വിങ്ങലായിരുന്നു സഫക്ക്. ഒരു കുറവും വരുത്താതെ കല്യാണത്തിനും അതിൻ്റെ ഒരുക്കങ്ങൾക്കും തനിക്ക് ധരിക്കാനുള്ള ആഭരണങ്ങളും തനിക്ക് സുറുമിക്കും വസ്ത്രങ്ങൾ വാങ്ങാനും മഷൂച്ച ഓടിപ്പാഞ്ഞ് എവിടെ നിന്നൊക്കെയോ കടം വാങ്ങിയ പൈസയുമായി വീട്ടിലേക്ക് വരുമ്പോൾ നിസ്സഹായം നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. ആ കടമല്ല എങ്ങനെ കൊടുത്തു വീട്ടെന്ന് ഓർക്കും തോറും നെഞ്ച് പിടയാറുണ്ട്. പക്ഷെ എന്നിട്ടും എത്ര രാഗവത്തോടെയാണ് മഷൂച്ച മുഖത്തെ പുഞ്ചിരിയിലെല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. യാത്ര പറഞ്ഞുകൊണ്ട് മഷൂദിൻ്റെ കൈകൾ പിടിച്ചപ്പോഴേക്കും കണ്ണുകൾ പെയ്തു തുടങ്ങിയിരുന്നു. എന്തിനെ കരയണേ? ഇഷ്ടപ്പെട്ട ആളെ തന്നെ കിട്ടിയില്ലേ, അപ്പം ചിരിക്കില്ലേ വേണ്ടേ? ചോദിക്കുന്നതിനോടൊപ്പം സ്നേഹത്തോടെ മഷൂദ് അവളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. മഷൂച്ച, അവളുടെ സ്വരം നേർന്നു പോയിരുന്നു. അവൻ തോളിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒന്നും ഓർത്ത് ആവലാതിപ്പെടേണ്ട. കടം വാങ്ങിയതാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള കഴിവും പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം എനിക്കുണ്ട്. അതാണ് ഈ കണ്ണീരിൻ്റെ കാരണം എന്ന് എനിക്കറിയാം. അവിടെ ആരോട് ഇതൊന്നും പറയരുത്. നമ്മുടെ ഉമ്മാനോടും അറിയാലോ. ഉമ്മാക്കതൊന്നും താങ്ങാനാവില്ല. അവളെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അരികിലേക്ക് നടക്കുന്നതിനിടെ അവൻ പറഞ്ഞു. സമ്മതത്തോടെ തലയാടുന്നതോടൊപ്പം മുഖത്തെ കണ്ണുനീർ പുറം കൈയാലെ തുടച്ചു. ഡോറ് തുറന്ന് കാറിലേക്ക് അവളെ ഇരുത്തുന്നതിനിടെ എല്ലാം ശരിയാകുമെന്ന് കണ്ണടച്ച് കാണിച്ച് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു മഷൂദ്. ആ കാഴ്ച കാണെ അല്പനേരത്തിനുള്ളിൽ സഫയുടെ അതേ അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടി വരുമെന്ന് ഓർക്കും തോറും വല്ലാത്തൊരു വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു സുറുമിക്ക്. ഇപ്പോഴാ കരഞ്ഞാലപ്പം ഫോർമാലിറ്റിക്ക് പോലും കണ്ണീര് വരില്ല കേട്ടോ. സുറുമിയുടെ നിൽപ്പ് കണ്ട് നദീനും നിഹാലും അവർക്കൊപ്പം ചേർന്ന് അനയും ഇബയും കളിയാക്കുന്നുണ്ടായിരുന്നു. സൽമാനും സഫയും വലിയെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ ബാക്കിയുള്ളവരും പുറപ്പെട്ടു. ഷെറിക്ക് നടുവേദനയും കാലിനൊരു കോച്ചിപ്പിടുത്തവും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഷെറിയും നിയാസും വെങ്ങാട്ടിലേക്ക് പോയിരുന്നു. സുറുമി വരുമ്പോൾ സ്വീകരിക്കാൻ അവിടെ വേണ്ടതുകൊണ്ടും ഉമ്മയും അവർക്കൊപ്പമായി പോയി. മഷൂദിൻ്റെ ഉപ്പയുടെ വീട്ടിൽ നിന്നും ഉമ്മയുടെ വീട്ടിൽ നിന്നും അടുത്ത ബന്ധുക്കളും കൂട്ടുകാരുമായി നിഹാലും നദീനും മാത്രമായിരുന്നു നിക്കാനുള്ള ക്ഷണം. അവർ തന്നെയാണ് വലിയെടുത്ത് വീട്ടിലേക്ക് പോയതും. ബാക്കി ബന്ധുക്കൾക്കും അയൽവാസികൾക്കും വൈകിട്ട് വെങ്ങാട്ട് വെച്ച് റിസപ്ഷനിലേക്കാണ് ക്ഷണം. വലിയെടുത്ത് വീട്ടിലേക്ക് എത്തിയ പുയാപ്പിളമാർക്കും പുതുനാരികൾക്കും ഉഗ്രൊരു സ്വീകരണമാണ് സുറുമിയുടെ കസിൻസ് ആക്കിയത്. പരസ്പരം മധുരം കൊടുപ്പിച്ചും പാട്ട് പാടിപ്പിച്ചും അവർ പരിപാടി ഗംഭീരമാക്കി. ഇറങ്ങാനുള്ള നേരം മുടക്കുന്തോറും ഉള്ളിലൊരു വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു സുറുമിക്ക്. വയറിന് വേദനയാണോ നെഞ്ചിനകത്തൊരാളലാണോ എന്നറിയില്ല. തൊണ്ടയിലൊക്കെ വറ്റി വരണ്ട് ദഹിക്കുന്ന പോലെ ഒരു തോന്നൽ. ഒടുക്കം എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ തുടർച്ചയായി കൺപീലികൾ പുണരാൻ അനുവദിച്ചുകൊണ്ട് ഉരുണ്ടുകൂടിയ മിഴിനീർത്തുള്ളികളെ അവൾ അടക്കി നിർത്തി. വാപ്പച്ചിയോട് യാത്ര പറയുകയും അദ്ദേഹം ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റു വീഴുന്ന മിഴനീർത്തുള്ളികൾ ആരും കാണാതിരിക്കാൻ അയാളുടെ ഇടനെഞ്ചിലേക്ക് അവൾ മുഖമൊളിപ്പിച്ചു. ചടങ്ങ് പ്രകാരം കരയണം, അതുകൊണ്ട് പിടിച്ചു വെക്കാതെ ധൈര്യമായി കരഞ്ഞു സുറുമി. ഇപ്പം പെട്ടുമെന്നുള്ള സുറുമിയുടെ മുഖം കാണെ നിഹാൽ അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, ഇപ്പം കരഞ്ഞില്ലെങ്കിലേ അത് നാണക്കേടാണേ. കരഞ്ഞോ നദീൻ്റെ വകയാണ്. അതോടെ കേട്ടപ്പം കപടദേശത്താൽ അവരെയൊക്കെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടവൾ സൽമാൻ തുറന്നു പിടിച്ച കാറിൽ കയറിയിരുന്നു. നിഹാലും ഇബയും ഉണ്ടായതുകൊണ്ട് വെങ്ങാട്ടിലേക്കുള്ള യാത്രയിൽ ഉടനീളം തമാശയും കളിയും ചിരിയും തന്നെയായിരുന്നു. ഇടയ്ക്ക് തനിക്കേ നീളുന്ന നോട്ടങ്ങൾ, ചുണ്ടിലെ കുസൃതി ചിരിയും അവൾ കാണുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും കാണാത്ത മട്ടിൽ പുറത്തെ കാഴ്ചകളിലേക്കും സംസാരത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തു. അവർ വെങ്ങാട്ടെത്തിയപ്പോഴേക്കും അവരെ സ്വീകരിക്കാനായി ഉമ്മയും ഷെറിയും നിയാസും അടുത്ത ബന്ധുക്കളും നിൽപ്പുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ അവൾ വലതുകാലം വെച്ച് വെങ്ങാട്ട് വീട്ടിലേക്ക് കയറി. വൈകിട്ട് 6 റിസപ്ഷൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാമിമാരെയും അമ്മായികളെയൊക്കെ പരിചയപ്പെട്ടു. നടുവേദനയും കാലിൽ നീരും ഉണ്ടായതുകൊണ്ട് ഷെറിയൊരു ഭാഗത്തെ ഇരിപ്പ് തന്നെയായിരുന്നു. ഇബയും അനയും കൂടെ തന്നെ ഉണ്ടായത് ഒരു തരത്തിൽ സുറുമിക്ക് ആശ്വാസവുമായി. പരിചയപ്പെടലിന് ശേഷം സുറുമിയെ ഒരുക്കാനായി മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആദ്യമായിട്ടായിരുന്നു സുറുമി മഷൂദിൻ്റെ റൂം കാണുന്നത്. ഷെറിയുടെ കല്യാണ ദിവസം മുകളിലേക്ക് വന്നിരുന്നെങ്കിലും അന്ന് അതൊന്നും നോക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നല്ലോ. മുകളിലൊരു മുറിയും ഒരു ബാത്റൂമും അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളും അതിനോട് ചേർന്ന ഒരു ബാൽക്കണിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ റൂമിന് അത്ര വലുപ്പമൊന്നുമില്ലാത്ത ചെറിയ റൂമായിരുന്നു അത്. ഒരു വാർഡ്രോബും ടേബിൾ കോട്ടിൻ്റെ ഒരു കട്ടിലും മാത്രമല്ല ഒതുങ്ങിയൊരു മുറി. ബാത്റൂം അറ്റാച്ച്ഡ് അല്ലെങ്കിലും റൂമിനോട് ചേർന്ന് തന്നെയാണ്. എന്തോ കണ്ടപ്പോൾ തന്നെ ആ മുറിയുമായി വല്ലാത്തൊരു അടുപ്പം തോന്നി സുറുമിക്ക്. മനസ്സിനൊരു കുളിർമ പോലെ. ഷെറിക്ക് മേലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ട് സുറുമിയെ ഒരുക്കാൻ അനയും ഹിബയും സഫ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു. രണ്ടുപേരും കൂടെ അവളെ ഒരുക്കുന്നതിനിടയിലാണ് കഥകിലാരം മുട്ടുന്നത് കേട്ടത്. ആരിത്? മഷുച്ചയോ? വാതിൽ തുറന്ന ഹാനാവനെ കണ്ടതും ആക്കി ചിരിക്കാൻ തുടങ്ങി. മഷൂദിൻ്റെ പേര് കേട്ടതും സുറുമിയുടെ കണ്ണുകൾ വിടർന്നു. എന്താ ഒരിത്തിരി നേരം പോലും കെട്ടിയോളെ പിരിഞ്ഞിരിക്കാൻ വയ്യേ? പാതി തുറന്നു വെച്ച വാതിലൂടെ തലയിട്ടാണ് ചോദ്യം. പിരിഞ്ഞിരിക്കാൻ ഇതെന്താ പാലോ? ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വന്നതാ. അയ്യോ എന്തൊരു തമാശ.
എവിടെ ഡ്രസ്സ്? ഞാൻ എടുത്തു തന്നാൽ മതിയോ? ഡ്രസ്സ് മാത്രമല്ല വേറെ എടുക്കാനുണ്ട്, നീ മാറിക്കേ. സുറുമി ഇവിടെ ഡ്രസ്സ് ചെയ്യുക. മഷുച്ച് പറ, വേണ്ടതൊക്കെ ഞാൻ എടുത്തുതരാം. ഹന വിടാനുള്ള ഭാവമില്ല. അവളൊന്നും ഒന്നും ഇടാതെയാണോ നിൽക്കുന്നത്? എനിക്ക് കണിയുള്ള നേരമല്ല, അങ്ങോട്ട് മാറുവേണേ. പറയുന്നതിനൊപ്പം അവൻ കഥയ്ക്ക് തള്ളി അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. അവൻ അകത്തേക്ക് കയറിയതും സുറുമി ഇരിക്കുന്നിടത്ത് നിന്നും പിടഞ്ഞു എഴുന്നേറ്റു. ഇടിഞ്ഞു നിൽക്കുന്ന ഹനയുടെ മുഖം കാണെ ചിരിയെടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു ഹിബ. ഉച്ചയ്ക്ക് ധരിച്ച സ്യൂട്ടിൻ്റെ ഓവർകോട്ട് മാറ്റി അതിന് താഴെയുള്ള വെള്ള ഫുൾ സ്ലീവ് ഷർട്ടാണ് അവൻ ധരിച്ചിരിക്കുന്നത്. ഷർട്ടിൻ്റെ സ്ലീവ് അലസമായി മടക്കി വെച്ചിരിക്കുകയാണ്. ഓടിക്കെത്തിച്ച് ദിദിരി വരുന്ന കണ്ടാലറിയാം ഷർട്ടെല്ലാം വിയർപ്പിൽ നനഞ്ഞ് കുതിർന്നിരിക്കുന്നത്. അന്ന് കണ്ടതുപോലെയല്ല, താടിയും മുടിയും ഭംഗിയായി വെട്ടിയൊതുക്കിയിരിക്കുന്നു. ആദ്യമായി അവനെ കാണും പോലെ നോക്കി നിന്നു സുറുമി. വെപ്രാളം കൊണ്ട് വിറയൽ കൊണ്ടും ഇത്ര നേരം അടുത്തുണ്ടായിരുന്നിട്ടും മുഖത്ത് നോക്കിയിരുന്നില്ലെന്നതാണ് സത്യം. അവളുടെ നോട്ടം കണ്ടതും ഹനൊന്ന് ചുമച്ചു. അബദ്ധം പടഞ്ഞതുപോലെ കണ്ണൊന്ന് മുറുക്കി ചിമ്മി തുറന്നുകൊണ്ട് നോട്ടം മാറ്റുകയും ചെയ്തവൾ അലമാര തുറന്ന് ഇടാനുള്ള ഡ്രസ്സ് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എല്ലാം എടുത്തെന്ന് ഉറപ്പുവരുത്തി ധൃതിയിൽ തന്നെ അവൻ തിരിഞ്ഞു നടന്നു. ഒന്ന് നോക്കിയതുപോലെ ഇല്ലല്ലോ എന്ന നിരാശയിൽ സുറുമിയും. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവനൊന്ന് നിന്നു. ആരോ ഒരുക്കി കൊടുക്കണേ? തിരിഞ്ഞു നിന്ന് ഹനയുടെ ഇബയോടുമായാണ് ചോദ്യം. ഒരു നിമിഷം അവരൊന്ന് മുഖത്തോട് മുഖം നോക്കി. പിന്നെ രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടി കാണിച്ചു. ഓഹോ, അപ്പോൾ ഒരാളല്ലേ? രണ്ടുപേരും കൂടിയാ. ആരായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, അപ്പെക്സ് അൾട്ടിമ പെയിൻറ്റ് ചെയ്യാനേ ചുമരല്ല അവളുടെ മുഖം. അതുകൊണ്ട് ഒരു കൺവെൻഷൻ കവിഞ്ഞ് ഒന്നും വേണ്ട. അതൊരു ആജ്ഞയായിരുന്നു. അറിയാതെ തന്നെ രണ്ടുപേരും സമ്മതത്തോടെ തലയാട്ടി. അതെ, കല്യാണല്ലേ, ഒരിച്ചിരി ഒരുക്കായിക്കൂടെ? ഓവറാക്കൂല, സത്യം. മടിച്ചാണെങ്കിലും ഹന ചോദിച്ചു. ഹേ, പായലും പൂപ്പലും ഉണ്ടെങ്കിലല്ലേ പെയിൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊന്നുമില്ലാത്തൊരു നല്ല മുഖം എന്തിനാ വെറുതെ നിങ്ങൾ കൈവച്ച് കുളക്കുന്നേ? അവൻ സംസാരിക്കുന്നത് അത്രയും ഹനയുടെ ഹിബയുടെ മുഖത്ത് നോക്കിയാണ്. അത് കേട്ടപ്പം ഹനയൊന്ന് തൊണ്ടയനക്കി. ഹിബയാണ് തുടുത്തു ചുവന്നിരിക്കുന്ന സുറുമിയുടെ മുഖത്ത് നോക്കി ഒരുക്കി ചിരിയും. ഈ മനുഷ്യനൊരു നാണോ ഇല്ലേ? ഇനിയിപ്പോൾ ഇത് മനോരമ ന്യൂസ് പോലെ പരക്കറിയിക്കുകയും ചെയ്യും. എല്ലാവരും എന്നെ കളിയാക്കി കൊല്ലുകയും ചെയ്യും. ചമ്മലോടെ മുഖം കുനിച്ച് പിടിച്ച് സുറുമി. പെട്ടെന്നായിരുന്നു മഷൂദിൻ്റെ പ്രവൃത്തി. സുറുമിക്കടുത്ത് നിന്ന് അവളുടെ മൂക്കിന് പിടിച്ചെന്ന് വലിച്ചവൻ. കണ്ടോ എന്തൊരു മൊഞ്ചത്തിയാ നോക്കി. ഇതിലിപ്പോൾ വെള്ള പൂശാൽ ഒരുമാതിരി വൈറ്റ് വാഷ് ചെയ്ത പൂര പോലെ ഉണ്ടാകും. അതുമാത്രമല്ല ഈ കാക്കാപ്പുള്ളിയുടെ ഭംഗിയൊക്കെ പോയി പോകും. അതുകൊണ്ട് അതിങ്ങനെ തന്നെ മതി. അന്തം വിട്ട് നിൽക്കുകയാണ് ഹനയും ബേയും. എന്തിന്? സുറുമി പോലും. അത് പറയുകയും ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ ചിരിയോടെ തന്നെ അവൻ മുറിവിട്ട് പുറങ്ങി പോവുകയും ചെയ്തു. അവൻ പോയതിന് ശേഷമാണ് സുറുമിയുടെ പോയ ബോധമണ്ഡലം തിരികെ വന്നത്. ഹോ, അടുത്തേക്ക് വരലും മൂക്കിനെ പിടിക്കലും പറയലും കഴിഞ്ഞ് മൂപ്പര് ഇറങ്ങിപ്പോവുകയും ചെയ്തു. മഷിച്ചക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആദ്യത്തെ അമ്മാതിപ്പ് മാറിയ ശേഷം ഹന പറഞ്ഞു തുടങ്ങി. ഇപ്പോഴേ ഇങ്ങനെയാണല്ലേ, അപ്പം പിന്നെയുള്ള കാര്യം പറയണോ? ഹിബയുടെ വകയാണ്. പിന്നീട് അങ്ങോട്ട് ഒരുങ്ങിത്തീരുന്നതുവരെ അവരുടെ കളിയാക്കലും ക്ലാസ് എടുക്കലും ഉപദേശവും തന്നെയായിരുന്നു. എല്ലാം കേട്ടാക്കി കിളിപോയ അവസ്ഥയായിരുന്നു സുറുമിയുടേത്. ഒരുക്കം കഴിഞ്ഞ് താഴെ ഹാളിലെത്തിയപ്പോഴേക്കും ഓരോരുത്തരായി വന്നു തുടങ്ങിയിരുന്നു. സ്കൈ ബ്ലൂ പോലെയും അതിലേക്ക് റോയൽ ബ്ലൂ ദുപ്പട്ടയുമായിരുന്നു സുറുമിയുടെ വേഷം. അധികം വർക്കൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ പാർട്ടി വെയർ. കുറച്ച് കഴിഞ്ഞതും വലിയടുത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും എത്തി. ഇഞ്ചത്തിയായി ഒരുങ്ങിയെന്ന സഫ വന്നത്. സുറുമിയും സമീറയും കൂടെ സെലക്ട് ചെയ്ത് സ്റ്റോൺ വർക്ക് ചെയ്ത പർപ്പിൾ കളർ അനാർക്കലിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. വന്നപാടെ തന്നെ സുറുമിയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു അവൾ. ഡ്രസ്സ് ഇഷ്ടമായോ? സിമ്പിൾ ഡ്രസ്സ് മതിയെന്ന് മഷിച്ചയുടെ ഓർഡറായിരുന്നു. അതാ ഹെവി വർക്ക് ചെയ്യാതെന്ന് എടുക്കത്തെ. ഒരുക്കി തരാൻ ഒരാളെ വെക്കാനും ഞാൻ ഷെറിയും എത്ര പറഞ്ഞതെന്ന് അറിയോ? ആള് കേൾക്കണ്ടേ? ഒരു മേക്കപ്പും വേണ്ടെന്ന് ഒരൊറ്റ വാശിയായിരുന്നു. പരിഭവം പോലെ എണ്ണിപ്പൊറുക്കി പറയുന്നുണ്ടായിരുന്നു സഫ. അതിനൊക്കെ ഒരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു സുറുമി. പിന്നീട് അങ്ങോട്ട് റിസപ്ഷൻ വന്നവരുടെ തിരക്ക് തന്നെയായിരുന്നു. ഒരു കയ്യിൽ സുറുമിയുടെ കൈ പിടിച്ച് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൂടെ തന്നെ ഉണ്ടായിരുന്നു സഫ. ആണുങ്ങളുടെ സെക്ഷൻ വേറെ ആയതുകൊണ്ട് വരുന്നവരൊക്കെയും സ്ത്രീകളായിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞും അവർക്കായി ചുണ്ടിലൊരു ചിരി ഫിറ്റ് ചെയ്തും ക്ഷീണിച്ചിരുന്നു സുറുമി. അതിൻ്റെ ഇടയിൽ മഷൂദിൻ്റെ ഫ്രണ്ട്സിന് പരിചയപ്പെടാൻ വേണ്ടി ഹിബ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു കൂട്ടം ആളുകളുമായി എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ് മഷൂദ്. സ്കൈ ബ്ലൂ പ്ലെയിൻ ഷർട്ടും അതിലേക്ക് മാച്ചായ പാൻസും ഇട്ട് കാഷ്വലായാണ് അവൻ ഒരുങ്ങിയിട്ടുള്ളത്. ഷർട്ടിൻ്റെ സ്ലീവ് വൃത്തിയായി മടക്കി വെച്ചിരിക്കുന്നു. കയ്യിലൊരു സ്ട്രെപ്പിൻ്റെ വാച്ചും കെട്ടിയിട്ടുണ്ട്. അവൻ അവളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും അവർ കുശലാന്വേഷണം നടത്തുമ്പോഴും അവർക്കുള്ള മറുപടി ചുരുക്കം വാക്കുകളിൽ ഒതുക്കി ഒരു പുഞ്ചിരിയോടെ അവൻ്റെ അരികിലേ നിന്നതേയുള്ളൂ അവൾ. വന്നവരൊക്കെ പോയി കഴിഞ്ഞ് ഒടുവിൽ അടുത്ത ബന്ധുക്കൾ മാത്രം ബാക്കിയായി. വലിയടുത്ത് നിന്ന് വന്നവർ പോയെങ്കിലും സൽമാനും സഫയും പോരുന്നില്ല. നദീന് രാവിലെ സൈറ്റിലേക്ക് പോകേണ്ടതുകൊണ്ടും അവനും ഹനയും മുമ്പേ പോയി കഴിഞ്ഞിരുന്നു. ഹിബ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ മുതലുള്ള നിൽപ്പും നടത്തമൊക്കെയായി ആകെ ക്ഷീണിച്ച് വശം കെട്ടിയിരുന്നു അവൾ. ഒരു ഭാഗത്തായി ചടഞ്ഞുകൂടി ഇരിപ്പ് തന്നെയായിരുന്നു. ഷെറിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ആകെ ക്ഷീണിച്ച് കിടപ്പായിരുന്നു അവൾ. സഫ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് ചൂടാക്കി അവളെ കുളിപ്പിച്ചു.
അവൾ കിടന്നുറക്കമായി എന്ന് ഉറപ്പായതിനു ശേഷമാണ് സഫയും സുർമിയും മുറി വിട്ടിറങ്ങിയത്. കുറച്ചു നേരം കൂടെ നിന്നിട്ട് യാത്ര പറഞ്ഞ് ബന്ധുക്കളും പോയി. നിഹാലും മഷൂദും നിയാസും സൽമാനുമൊക്കെ പുറത്തു തന്നെയായിരുന്നു. ഉമ്മയും ആകെ ക്ഷീണിച്ചിരുന്നു. ഉമ്മക്കുള്ള ടാബ്ലറ്റ് കൊടുത്ത് ഇൻസുലിൻ ചെയ്ത് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു സഫ. ഓരോന്നും വളരെ പക്വതയോടെ ചെയ്യുന്ന അവളുടെ ചെയ്തികളെല്ലാം അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു സുർമി. സുർമിയെ ഒറ്റക്കാക്കി പോകല്ലേ, പുറത്ത് പണിക്കാരൊക്കെ പറഞ്ഞു വിട്ടാൽ മഷൂദ് വരും. എന്നിട്ട് പോകാം. ഒട്ടും വയ്യായിട്ടാ. ഉറക്കത്തിലേക്ക് വഴുന്നതിന് മുമ്പേ ഉമ്മ സഫയെ ഓരോന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ഉറങ്ങിയെന്ന് ഉറപ്പായതും ശബ്ദം ഉണ്ടാക്കാതെ റൂമിലെ കതക് ചാരി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നിയാസ് പോകാനെന്ന് പറയാൻ വേണ്ടി അകത്തേക്ക് വന്നത്. ഷെറിയുടെ മുറിയിൽ പോയി അവൾ ഉറക്കമായത് കണ്ട സമാധാനത്തിലാണ് അവനും. അവളുടെ ക്ഷീണവും അസ്വസ്ഥതയും കാണാൻ ഇന്ന് ഫംഗ്ഷനിടയിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് ആദ്യമായിരുന്നു അവന്. പേടിച്ചതൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ കല്യാണം തീർന്നു കിട്ടിയതിൻ്റെ ആശ്വാസവും അവരെ പങ്കുവച്ചു. രണ്ടുപേരോട് യാത്ര പറഞ്ഞുകൊണ്ട് അവനും പോയി. സഫയും ഇബയും മാത്രമായതോടെ വീടാകെ ഒഴിഞ്ഞു പോലെ തോന്നി സുർമിക്ക്. രാവിലെ മുതലുള്ള നിൽപ്പും നടപ്പുമായി കാല് കഴിഞ്ഞിരുന്നു. തലക്കണയിൽ വല്ലാത്തൊരു ബാലം പോലെ. വലിയൊരു ദുപ്പട്ടയും ചോളിയൊക്കെ ആയി ആകെക്കൂടെ ചൂടും പുകയും. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്ന പോലെ സഫ തന്നെ അവളെ മുകളിലേക്ക് കൊണ്ടുപോയി അവളുടെ വേഷം മാറിയിടാൻ സഹായിച്ചു. ഒരു ചുരിദാർ കയ്യിൽ കൊടുത്ത് ഫ്രഷാകാൻ പറഞ്ഞു വിട്ടു. തലയിലൂടെ തണുത്ത വെള്ളം അരിച്ചിറങ്ങുമ്പോൾ തന്നെ ക്ഷീണം പകുതി കുറഞ്ഞതുപോലെ തോന്നി സുർമിക്ക്. ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് ഹിബയോട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് നിഹാൽ വന്നത്. ഒരേ സമയം രണ്ടുപേരുടെ കഴുത്തിലൂടെ കൈയിട്ട് രണ്ട് കയ്യാലും അണഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടെ ചെവിയിലായി ഓൾ ദി ബെസ്റ്റ് കൊടുത്ത് അവളും പോയി. അവളും കൂടെ പോയതോടെ സുർമിയുടെ ചിന്തകളും വേവലാതികളും അവളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം സഫയെ കൂടെ നിന്ന് അവൾ അവരെയൊക്കെ കെയർ ചെയ്യുന്നതും ഓരോ കാര്യത്തിനായി ഓടി നടക്കുന്നതും കണ്ടപ്പോൾ വല്ലാത്തൊരു വെപ്രാളം. അവളെപ്പോലെയൊക്കെ ഓടി നടന്ന് അവർക്കൊരു താങ്ങാകാൻ തന്നെ കൊണ്ട് പറ്റുമോ? അവൾ എത്ര നിസ്സാരമായാണ് ഉമ്മാക്ക് ഇൻസുലിൻ വെച്ചതൊക്കെ. അതൊന്നും തനിക്ക് അറിയുക പോലും ഇല്ലല്ലോ. ഉമ്മാനെയും ഷെറിയും സഫ കെയർ ചെയ്യുന്നത് പോലെ കെയർ ചെയ്യുന്ന നാളെ മുതൽ തൻ്റെ മാത്രം ചുമതലയാണ്. ഇനി അതിലെങ്ങാനും വല്ല വീഴ്ചയും സംഭവിച്ചാൽ മഷ്കക്ക് ദേഷ്യമാവോ? ഇന്ന് കല്യാണം കഴിഞ്ഞതാണ്. കാത്തിരുന്ന് ആഗ്രഹിച്ച സ്വപ്നം കണ്ട ജീവിതം ഇനി അനുഭവിച്ചറിയാൻ പോവുകയാണ്. അതൊക്കെ മറന്നുപോയിരുന്നു അവൾ. ഉള്ള മുഴുവൻ പലതരത്തിലുള്ള ചിന്തയായിരുന്നു. സഫയെ അടുത്ത് കെട്ടിയപ്പോൾ ഒന്ന് ആലോചിച്ച ശേഷം അവളെ വേവലാതി സഫയുമായി പങ്കുവെച്ചു. മടിച്ചാണ് തൻ്റെ വേവലാതി പങ്കുവെച്ചത്. മറുപടിയായി ചിരിക്കുകയായിരുന്നു സഫ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, ഉമ്മയുടെ ഷെറിയുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുകയും ചെയ്യും. ഇന്ന് രണ്ടുപേരും നല്ല ടയേർഡാണ്. അതുകൊണ്ട് ടാബ്ലറ്റ് കൊടുത്താലും പാല് കൈ കൊടുത്ത് കുടിപ്പിച്ചതൊക്കെ ഉമ്മക്ക് നല്ലൊരളവിൽ ഷുഗറും പ്രഷറും ഉണ്ട്. മുട്ടുവേദനയൊക്കെ മരുന്ന് കുടിക്കുന്നുണ്ട്. ഇൻസുലിൻ മാത്രം നമ്മൾ ചെയ്താൽ മതി. അത് മഷിച്ചൊരു പ്രാവശ്യം കാണിച്ചു തരും. പിന്നെ സുഖമായി ചെയ്യാവുന്നതേ ഉള്ളെന്നേ. നീ വിചാരിക്കുന്ന പോലെ മഷിച്ച വെറുതെ ദേഷ്യം വരുന്ന ആളൊന്നുമല്ല. ഒരു പ്രാവശ്യം സോഫ്റ്റായി വാണിംഗ് തന്ന കാര്യം വീണ്ടും ആവർത്തിക്കുമ്പോൾ മാത്രമേ മഷിച്ച ഹാർഡായി സംസാരിക്കാറുള്ളൂ. സഫ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ആദിക്ക് തെല്ലൊരാശ്വാസം തോന്നി. കാണുകയും വളരെ കുറച്ച് മാത്രം അടുത്ത് പരിചയപ്പെടുകയും ചെയ്തവരാണ് താനും മഷ്കയും. ജീവിച്ചു വരുമ്പോൾ താനുമായി മഷ്കാക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു അവളുടെ ഉള്ളം നിറയെ. സൽമാൻ ഇറങ്ങാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് അവർ സമയം പോലും നോക്കുന്നത്. 11 മണി കഴിഞ്ഞു. അവരെ യാത്രയാക്കാൻ ഉമ്ര വരെ അവർക്കൊപ്പം ചെന്നു. സൽമാൻ സുർമയെ ഇറുകെ പുണർന്നുകൊണ്ട് യാത്ര പറഞ്ഞു. റെന്റിന് വേണ്ടി എടുത്ത സാധനങ്ങൾ കൊണ്ടുപോകാനായി വണ്ടി വന്നിട്ടുണ്ട്. അവരെ കൂടെ പറഞ്ഞു വിട്ടാൽ മഷൂദും വരും. പേടിയൊന്നും വേണ്ടട്ടോ, മിടുക്കാവണം കേട്ടല്ലോ. വാത്സല്യത്തോടെ തോളിലൂടെ കൈയിട്ട് ശരീരത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സൽമാൻ പറഞ്ഞപ്പോൾ മറുപടിയായി പുഞ്ചിരിയോടെ തലകുലുക്കി സമ്മതിച്ചു അവൾ. ഒരിക്കൽ കൂടെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ട് ചേർത്ത് യാത്ര പറഞ്ഞു അവൻ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പേടിയൊന്നും വേണ്ടട്ടോ. സഫയും 2 കൈ കൊണ്ടും പുണർന്നുകൊണ്ട് കവളിൽ മൃദുവായി ചുംബിച്ച് സ്നേഹത്തോടെ. അകന്നു പോകുന്ന കാർ നോക്കി അവൾ കൈവീശി കാണിച്ചു. വല്ലാത്തൊരു നീറ്റിലായിരുന്നു ഉള്ളിൽ. വാപ്പച്ചി, ഉമ്മ, സെമിത്ത, മക്കൾ, സലുക്ക ആരുമില്ലാതെ ഇനി ഒറ്റക്കാണെന്ന് ഓർക്കുമ്പോൾ, വലിയടുത്ത് വീട്ടിൽ വല്ലപ്പോഴും ചെന്ന് കയറുന്ന അതിഥി മാത്രമാണെന്ന് ഓർക്കുമ്പോൾ, ആ വീടും സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും സാക്ഷിയായ ആ മുറിയും ഇനി അന്യാണെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ശൂന്യത പോലെ, നെഞ്ചകം വിങ്ങുന്ന പോലെ. നെടുവീർപ്പോടെ തിരിഞ്ഞു നടക്കാൻ ഒഴുകിയപ്പോഴാണ് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ലോറിക്കടുത്തു നിന്നും അവളെ നോക്കി എന്താ ആംഗ്യം കാണിക്കുന്ന മഷൂദിനെ കണ്ടത്. നെറ്റിച്ചുളിച്ച് അതെന്താണെന്ന് ഗ്രഹിച്ചെടുക്കുമ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പം വരാമെന്നാണ് മനസ്സിലായി. പുഞ്ചിരിയോടെ അവൾ ശരിയെന്ന് തലയാട്ടി സമ്മതിച്ചു. മുറിയിലേക്കുള്ള കോണിപ്പടികൾ കയറുമ്പം ഒരു വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നായിരുന്നു സുർമിക്ക്. റൂമിലെത്തി കട്ടിലിൻ്റെ ഓരോരും ചേർന്നിരുന്നു അവൾ. താഴെ ലോഡ് കയറ്റിക്കഴിഞ്ഞ് വണ്ടി ഇരുമ്പലോട് അകന്നു പോകുന്ന ശബ്ദവും നിമിഷങ്ങൾക്കകം മെയിൻ ഡോർ അടയുന്ന ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് തന്നെ റൂമിൻ്റെ വാതിൽ തുറന്ന് മഷൂദ് കയറി വന്നു. ഒരു പുഞ്ചിരിയോടെ അവൾ എഴുന്നേറ്റു. ആകെ വിയർത്ത് കുളിച്ചാണ് വരവ്. രാവിലെ കണ്ട തിളക്കപ്പം ആ കണ്ണുകൾക്കില്ല. ക്ഷീണം വന്നതുപോലെ ചീകിയൊതുക്കിയ മുടിയൊക്കെ ഇപ്പം ആകെ അലങ്കോലമായി കിടപ്പാണ്. ചുണ്ടിലെപ്പോഴും ഒരു ഇളം പുഞ്ചിരിയുണ്ട്. ഒന്ന് ഫ്രഷ് ആവട്ടെട്ടോ.
അതും പറഞ്ഞുകൊണ്ട് അവൻ വാച്ച് അയച്ച് വാർഡ്രോബ് തുറന്ന് അതിലേക്ക് വെച്ചു. ഹാങ്ങറിൽ നിന്ന് തോർത്തെടുത്ത് അരയിൽ ചുറ്റി പാൻ്റ് അയച്ച് ഹാങ്ങറിലിട്ട്. അപ്പോഴേക്കും വാർഡ്രോബ് തുറന്നവർ ഒരു ലുങ്കിയും ബനിയാനും എടുത്തു കൊടുത്തു. അത് വാങ്ങി ഒരു കണ്ണിറുക്കി കുസൃതിയോടെ ചിരിച്ചുകൊണ്ടവൻ ഡോറ് തുറന്ന് ഇറങ്ങിപ്പോയി. വിറക്കുന്ന കൈകൾ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളും. അവൻ ഫ്രഷായി മുറിയിലേക്ക് വരുമ്പോൾ സുറുമിക കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി ചെയ്യുകയായിരുന്നു. അവൻ മുറിയിലേക്ക് കയറിയതോ പെട്ടെന്ന് തന്നെ തട്ടത്തിൻ്റെ ഒരറ്റം തലയിലൂടെ ഇട്ടവൾ. തോർത്ത് ഹാങ്ങറിലിട്ട് ഒരു ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു. കണ്ണാടിയിലൂടെ കാണുന്ന അവളെ നോക്കിക്കൊണ്ട് അവളുടെ പുറകിലായി അവൻ പോയി നിന്നു. പതുക്കെ അവളുടെ തല മറിച്ചിരിക്കുന്ന തട്ടം മാറ്റി. അറിയാതെ മിഴിച്ചു നിന്ന് പോയി അവൻ. ഇളം കാപ്പി നിറമുള്ള മിനുസമുള്ള മുടിയാണ്. പക്ഷേ കഷ്ടിച്ച് തോളറ്റം വരെയുള്ളൂ. ഇടതുറന്ന് നിൽക്കുന്ന മുടി വിടർത്തിയിട്ടിരിക്കുകയാണ്. ആദ്യം കണ്ട ഞെട്ടൽ പെട്ടെന്നാണ് ചിരിയിലേക്ക് വഴിമാറിയത്. എളിയിൽ കൈക്കുത്തിച്ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് കണ്ണാടിയിലൂടെ കാണുന്ന അവനെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ടപ്പോൾ ഒരുവിധം ചുണ്ടു കുറിപ്പിച്ചിരിക്കി അടുപ്പിയടിച്ചവൻ. നിന്ന് കിണിക്കാൻ മാത്രം എന്തപ്പോള് വാക്കുകളിൽ പരിഭവം. കാർക്കൂന്തൽ വരെയുള്ള അവളുടെ ഇടതു തുറന്ന മുടി അതൊക്കെ വായിച്ചിട്ടില്ലേ? ഞാൻ വിചാരിച്ച് മുടി കെട്ടിക്കൊണ്ട് നടക്കുന്നത് കണ്ടപ്പം അതുപോലെ ആയിരിക്കുമെന്ന്. പറഞ്ഞു തീർന്നുള്ള അവൻ്റെ ചിരി കണ്ടപ്പം അവൾ പരിഭവത്തോടെ മുഖം വെട്ടിച്ചു. തോളിലൂടെ വീണ് കിടക്കുന്ന തട്ടം തലയിലിട്ടുകൊണ്ടവൾ അവനെ നോക്കി ചുണ്ടുകൊട്ടി. ചിരിയോടെ അവൻ അവളെ അവൻക്ക് അഭിമുഖമായി നിർത്തി. അവളുടെ മുടികൾ മറിച്ചിരിക്കുന്ന തട്ടമെല്ലാം എടുത്തു മാറ്റി. രണ്ട് കൈയും അവളുടെ തോളിലൂടെ ഇട്ട് അവളുടെ പിൻകയത്തിൽ വെച്ച് അവൻ്റെ കൈകൾ കോർത്തു. ഇപ്പം അവൻ്റെ രണ്ട് കൈകൾക്കുള്ളിൽ വെച്ച് അവളെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ മിഴികൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അവൾ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചപ്പം അവൻ ഇരു കണ്ണുമടച്ച് ഒന്നുമില്ലെന്ന് കാണിച്ചു. അല്ല, എന്തോ പറയാൻ നാവ് ധരിക്കുന്നല്ലോ. അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്. മറുപടിയെ കണ്ണുകൾ ചെറുതാക്കി ചിരിച്ചു കാണിച്ചവൻ. ഉണ്ടോന്നില്ലോന്ന് പറയാതെ പറ. അതെ, ഈ കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സ്നോ വൈറ്റ് ഇല്ലേ, ഒരു ബാർബി ഗേളല്ലേ? ആ, അതന്നെ. അതുപോലെ ഉണ്ട് ഇപ്പം നിന്നെ കാണാൻ. ഇളം കാപ്പി കളറുള്ള ചെവിക്ക് താഴെയുള്ള എന്നാൽ തോൾ വരെ ഇല്ലാത്ത നീണ്ട മുടി. ഒരു ചുവപ്പോ പച്ചയോ ഹെയർ ബാൻഡ് കൂടെ വെച്ചാൽ ഒരു കുഞ്ഞ് ബാർബി ഗേളാകും. കുറേ മുടി ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷയെങ്കിലും ഇത് സൂപ്പറായിട്ടുണ്ട്. അവളുടെ ചുവന്നു തീർത്ത മുഖം കാണെ അവൻ പറഞ്ഞു. അതെ, നമുക്ക് കിടക്കണ്ടേ? നേരം 12 മണിയൊക്കെയായി. ഈ നിൽപ്പ് നിന്നാൽ മതിയോ? തെല്ലൊരു നേരം അവളുടെ മുഖത്ത് വിരിയുന്ന നാണത്തിൻ്റെ അലഴികൾ ആസ്വദിച്ച് നിൽക്കെ അവൻ ചോദിച്ചു. പുഞ്ചിരിയോടെ തലയാട്ടിയവൾ. അവൻ്റെ കൈക്കുള്ളിൽ നിന്നും അവളെ സ്വതന്ത്രമാക്കിയവൻ കട്ടിലിൽ പോയിരുന്നു. അവൻ്റെ അടുത്തേക്ക് വരാനായി അവളെ നോക്കിയപ്പോൾ എന്തോ ചിന്തിച്ചിരിക്കുകയാണ് അവൾ. എന്താ ആലോചിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. ഞാൻ ഇവിടെ കിടക്കുമെന്ന് ആലോചിക്കായിരുന്നു. എനിക്കെൻ്റെ ബെഡ് ഷെയർ ചെയ്യുന്നതേ എന്തോ ഭയങ്കര ഇറിറ്റേഷനാണ്. കട്ടിലേക്ക് നിലത്തേക്ക് നോക്കിയാണ് പറയുന്നത്. അവളുടെ നിഷ്കളങ്കതയോടെ നിൽപ്പ് കുട്ടിത്തത്തോടെ വിശദീകരണവും കേട്ട് പകച്ച് പണ്ടാറടങ്ങി നിൽക്കുകയാണ് മഷൂദ്. വാ പൊളിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി നിന്ന് പോയി അവൻ. ഇനിയിപ്പോൾ കളിപ്പിക്കാവല്ലേ? മുഖത്തൊരു ചിരിയുടെ ലാഞ്ചന പോലുമില്ല. ആള് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവളെങ്ങാനും പറഞ്ഞ് മനസ്സിലാക്കും. പകൽക്കിനാവ് പോലെ എല്ലാം സ്വപ്നം കണ്ടപ്പോൾ ഇങ്ങനൊരു പണി പഠിച്ചാൽ എനിക്കിട്ട് തരുമെന്ന് വിചാരിച്ചതേയില്ല. ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് മതിയങ്ങെന്ന് പറഞ്ഞാൽ അലറിക്കൂവി കൊളാക്കുമാവും. തൻ്റെ ഒരു ചങ്ങാതിയുടെ അനുഭവമാണ് ഓർമ്മ വന്നത്. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി പരവശത്തോടെ മുറിയിൽ കയറി കഥകടിച്ച് ലോച്ചതും പെണ്ണ് കാറിക്കൂവി. കൂവൽ കേട്ട് അവൻ്റെ വീട്ടുകാരൊക്കെ ഓടിച്ചെന്നു. അപ്പം കൊച്ചവരോട് പറയാ ഇയാൾ ഉദ്ദേശം ശരിയല്ലെന്ന്. അതിൻ്റെ പേരിൽ പിന്നീട് അവനെ കാണുമ്പോഴൊക്കെ എന്തിന് ഇന്ന് പോലും നിന്റെ ഉദ്ദേശം ശരിയല്ലെന്ന് പറഞ്ഞ് കളിയാക്കി വിടാറുണ്ട്. പക്ഷേ അപ്പം പോലും ഓർത്തില്ല ഇങ്ങനൊരു അധോഗതി തനിക്കും വരുമെന്ന്. ഇനിയിപ്പോൾ അവൾ കാവിക്കൂവി വിളിച്ച് പറഞ്ഞാൽ അത് കേൾക്കേണ്ടി വരും. തൽക്കാലം ഞാൻ ഈ ബെഡ്ഷീറ്റ് താഴെ വിരിച്ച് കിടന്നോളാം. മഷ്ക അവിടെ കിടന്നു. നാളെ നമുക്ക് സിംഗിൾ ബെഡ് വാങ്ങാം, താഴെ വിരിക്കാനേ. മിഴിച്ചു നിൽക്കുന്ന അവനെ നോക്കിയാണ് അവൾ പറയുന്നത്. ഒപ്പം തന്നെ വാർഡ്രോബിൽ നിന്നൊരു പുതപ്പെടുത്ത് താഴെ വിരിച്ചു. കട്ടിൽ കയറുന്നൊരു തലയണയും എടുത്ത് അവൻക്കായി ഒരു ഗുഡ് നൈറ്റും കൊടുത്ത് അവൾ കിടന്നു കഴിഞ്ഞിരുന്നു. എന്തോ പറയാനായി വാ തുറന്നെങ്കിലും അവൾ തിരിഞ്ഞു കിടന്നു കഴിഞ്ഞിരുന്നു. കരയണോ ചിരിക്കണോ എന്നറിയാതെ അവനും. തുടരും ബാക്കി നാളെ. ബൈ.